നോർമലൈസേഷൻ ബൈ ഡെസിമൽ സ്കെയിലിംഗ്. ഓക്കെ, നോർമലൈസേഷൻ ബൈ ഡെസിമൽ സ്കെയിലിംഗ് അതൊരു നോർമലൈസേഷൻ മെത്തേഡാണ്. ഇവിടെ എന്താണ്, ഇറ്റ്സ് നോർമലൈസസ് ബൈ മൂവിങ് ദ ഡെസിമൽ പോയിൻറ്റ്. ഡെസിമൽ പോയിൻറ്റ് മൂവ് ചെയ്തിട്ടാണ് അത് നോർമലൈസ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം അത് ഡെസിമൽ പോയിൻറ്റ് മൂവ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന ഡാറ്റാ സെറ്റിലെ മാക്സിമം അബ്സല്യൂട്ട് വാല്യൂ നോക്കുക. നമുക്കൊരു ഡാറ്റാ സെറ്റ് തരും, അതിലെ മാക്സിമം അബ്സല്യൂട്ട് വാല്യൂ നോക്കുക. ഉദാഹരണമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന റേഞ്ചിൽ -986 to 917 ആയിരിക്കും തന്നിരിക്കുന്ന റേഞ്ച്. അപ്പോൾ അതിലെ മാക്സിമം അബ്സല്യൂട്ട് വാല്യൂ എന്താണ്? 986 ആണ്. അപ്പം നമുക്ക് ഈ മാക്സിമം അബ്സല്യൂട്ട് വാല്യൂവിനെ, ഫോർ എക്സാമ്പിൾ 986നെ ഏത് 10ൻ്റെ ഏത് മൾട്ടിപ്പിൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 10ൻ്റെ ഏത് മൾട്ടിപ്പിൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ലെസ് ദാൻ 1 ആകുന്നത് നോക്കുക. 10ൻ്റെ മൾട്ടിപ്പിൾ എത്ര വരിക? ഈ 1000 അല്ലേ. 986നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അത് ലെസ് ദാൻ 1 ആവുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ 10J എന്ന് പറയുമ്പോൾ എത്രയാണ്? ജെയുടെ വാല്യൂ എത്ര വരിക? 3 വരിക അല്ലേ. അങ്ങനെയാകുമ്പോൾ 10,000 എന്ന് വരിക. അതായത് ഈ നമ്മൾ ഓരോ വാല്യൂവിനും ഏത് 10ൻ്റെ ഏത് മൾട്ടിപ്പിൾ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നാണ് ഇവിടെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാ സെറ്റിലെ മാക്സിമം അബ്സല്യൂട്ട് വാല്യൂ നോക്കുക. ആ അബ്സല്യൂട്ട് വാല്യൂവിനെ 10ൻ്റെ ഏത് മൾട്ടിപ്പിൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ലെസ് ദാൻ 1 ആണെന്ന് നോക്കുക. അങ്ങനെയാണ് ആ വാല്യൂവിനെ കൊണ്ട് എല്ലാ നോർമലൈസ് ചെയ്യേണ്ട എല്ലാ വാല്യൂസിനെയും ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതിനെ നോർമലൈസ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡാറ്റാ സെറ്റ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അത് -986 to 917 ആണ് അതിൻ്റെ റേഞ്ച്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കേസിൽ അതിൻ്റെ മാക്സിമം അബ്സല്യൂട്ട് വാല്യൂ 986 ആണ്. അപ്പം ഈ 986നെ ഏത് നമ്പർ കൊണ്ട് 10ൻ്റെ ഏത് മൾട്ടിപ്പിൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ലെസ് ദാൻ 1 ആവുക? ലെസ് ദാൻ 1 ആവുന്നത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ 10J എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 10Jയിൽ എത്ര സീറോസ് വരും? 3 സീറോസ് വരും. അതായത് അല്ലേ 1000 ജെയുടെ വാല്യൂ 3 ആയിരിക്കും വരിക അല്ലേ. അപ്പം V ഡിവൈഡ് ബൈ 10J എന്ന് പറയുമ്പോൾ V ഡിവൈഡ് 1000 ആണ്. അപ്പം ഈ 1000 കൊണ്ട് നമ്മൾ എല്ലാ വാല്യൂസിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ എല്ലാ വാല്യൂസിനെയും നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റും. അത്രയാണ് അത് വരുന്നത്. ഉദാഹരണമായിട്ട് 986നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര വരിക? പോയിൻറ്റ് എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരിക. 986ന് എന്താ വരിക? 0.986 ആവും. 917 എന്താ വരും? 0.917 ആവും. അപ്പോൾ അങ്ങനെ എല്ലാത്തിനെയും 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 10ൻ്റെ ഏത് മൾട്ടിപ്ലൈ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 10 ആണോ 100 ആണോ 1000 ആണോ അങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത്? അതിലെ മാക്സിമം അബ്സല്യൂട്ട് വാല്യൂ നോക്കിയിട്ട് അതിനെ നമ്മൾ ഏത് 10ൻ്റെ ഏത് മൾട്ടിപ്ലൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണോ ലെസ് ദാൻ 1 ആവുന്നത് അതുകൊണ്ട് ആണ് നമ്മൾ എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യേണ്ടത്. ഇതാണ് എന്താണ് നമ്മൾ പറയുന്നത് നോർമലൈസേഷൻ ബൈ ഡെസിമൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത്.